കാൽവിൻ പെർഫ്യൂംസിന്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 5 ലേഡീസ് പെർഫ്യൂംസ് ആണ്. കുറെ കസ്റ്റമേഴ്സ് മീൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ. ലേഡീസ് പെർഫ്യൂംസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് കാരണം ഇന്ന് ലേഡീസ് പെർഫ്യൂംസിനെ പറ്റിയാണ് പറയുന്നത്. അഞ്ചെണ്ണമാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് സ്ഥാനം 1, 2, 3 അങ്ങനെയല്ല, ഞാൻ 1, 2 പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനത്ത് വരുന്ന ഷിനേൽ നമ്പർ 5. ചാനലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സിഗ്നേച്ചർ പെർഫ്യൂമാണ് ഷിനേൽ നമ്പർ 5. ബേസിക്കലി അതൊരു എന്താ പറയുക, ഒരു ഫ്ലോറൽ ബ്ലോങ്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പൂക്കളുടെ ജാസ്മിനും റോസും കൂടിയുള്ള തിക്കായിട്ടുള്ള ഒരു സ്മെല്ല്, അതിൻ്റെ കൂടെ ഒരു തിക്ക് സിട്രസ് സ്മെല്ലും കൂടി വരുന്ന ഒരു പെർഫ്യൂമാണ്. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള ഒരു പെർഫ്യൂമാണ് ഷിനേൽ നമ്പർ 5. ഷിനേൽ നമ്പർ 5 ആക്ച്വലി ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ എലിസബത്ത് രാജ്ഞിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമാണ് ഇത് എന്നാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ വിക്ടോറിയ സീക്രട്ടിൻ്റെ ബോംഷെല്ല്. വിക്ടോറിയ സീക്രട്ട് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു കമ്പനിയാണ്. അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും ലേഡീസ് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. പെർഫ്യൂംസ് മാത്രമല്ല, ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. എല്ലാം അത് ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഏറ്റവും സിഗ്നേച്ചർ പെർഫ്യൂമാണ് ബോംഷെല്ല്. നല്ല അത്യാവശ്യം കോസ്റ്റുള്ളൊരു പെർഫ്യൂമാണ്. ഇതും ആക്ച്വലി ഒരു ഫ്ലോറൽ ബോങ്കറ്റ് തന്നെയാണ്. ഈ ഫ്ലോറൽ എൻ്റെ കൂടെ തന്നെ ബ്രസീലിയൻ പർപ്പിൾ ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഒരു ഫ്രൂട്ടും കൂടി ചേർന്ന് വരുന്ന ഒരു സ്മെല്ലാണ് വരുന്നത്. ഫ്ലോറൽ വിത്ത് ഫ്രൂട്ട് കൂടി ചേർന്ന് വരുന്ന ഒരു സ്മെല്ലാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് ബോംഷെല്ല്. വളരെ പോപ്പുലറാണ്, കാരണം ബോംഷെൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പെർഫ്യൂമാണ്. മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഏഞ്ചൽ ഷെയർ, കില്യൻ്റെ ഏഞ്ചൽ ഷെയർ. ഇത് ആക്ച്വലി ഒരു ഫ്രൂട്ട്സ്, വാനില, പച്ചോളി എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ പെർഫ്യൂമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് യൂറോപ്പിലെ ബ്രൈഡൽ പെർഫ്യൂം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു കാലത്ത് യൂറോപ്പിലെ വിവാഹം കഴിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ, ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ, ബ്രൈഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ പെർഫ്യൂമാണ് ഏഞ്ചൽ ഷെയർ എന്ന് പറയുന്ന പെർഫ്യൂം. അതുകൂടാതെ ഈ സെയിം പെർഫ്യൂം നമ്മുടെ മിഡിൽ ഈസ്റ്റ് കമ്പനിയായ ലത്താഫ ഇതിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിലേക്കൊക്കെ വേണ്ടി കുറച്ചും കൂടി സ്ട്രോങ് ആക്കിക്കൊണ്ട് ഒരു മെയിൽ പെർഫ്യൂമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് ലത്താഫയുടെ കമ്ര എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. അത് ഇതിൻ്റെ ഒരു വേർഷനാണ്. നാലാം സ്ഥാനത്തേക്ക് വരുന്നത് ബർബറിയുടെ മൈ ബർബറി ബ്ലാക്ക് എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. ബർബറി എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. ആക്ച്വലി അത് വലിയൊരു എക്സ്പെൻസീവ് ബ്രാൻഡും അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. കൂടുതലും ലേഡീസ് പെർഫ്യൂംസ് ആണ് അവർക്ക് ഉള്ളത്. ജെൻസിൻ്റെ പെർഫ്യൂംസും ഉണ്ട് കേട്ടോ അവർക്ക്. മൈ ബർബറിയുടെ ബ്ലാക്ക് എന്ന് പറയുന്ന പെർഫ്യൂം ശരിക്കും ഒരു ഫ്ലോറൽ ഫ്രൂട്ടി പെർഫ്യൂമാണ്. നല്ല രസമുള്ളൊരു പെർഫ്യൂമാണ്. എൻ്റെ ഷോപ്പിൽ നിന്ന് അധികം ചിലവാകുന്നൊരു പെർഫ്യൂമും കൂടിയാണ്. അഞ്ചാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് ലൂയി വിറ്റൻ്റെ പെർഫ്യൂമാണ്. സാധാരണക്കാരുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ലത്, കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 25,000 to 30,000 റുപ്പീസ് വില വരുന്നൊരു പെർഫ്യൂമാണ് ലൂയി വിറ്റൻ്റെ ആഫ്റ്റർനൂൺ സ്വിം എന്ന് പറയുന്നൊരു പെർഫ്യൂം. ശരിക്കും ആ പേര് പോലെ തന്നെ ഒരു സ്വിമ്മിങ് ചെയ്ത്, അതായത് കുളിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫ്രഷ് പെർഫ്യൂമാണത്. ഓറഞ്ചിൻ്റെയും മറൈൻ നോട്ട്സും സിട്രസും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഡിഫറെൻറ്റ് ഇതാണ്, അനുഭവമാണ് ആ പെർഫ്യൂം എന്ന് പറയുന്നത്. പക്ഷേ ലൂയി വിറ്റിന് കുറേ അധികം പെർഫ്യൂംസ് ഉണ്ട്. അതെല്ലാം ഒരു മെജോറിറ്റി പെർഫ്യൂംസ് ഈ സിട്രസ് ബേസ്ഡ് ആണ് അവരുടെ പെർഫ്യൂംസ് ഉള്ളതെല്ലാം. അതിൽ ഏറ്റവും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫ്യൂമാണ് ലൂയി വിറ്റിൻ്റെ ആഫ്റ്റർനൂൺ സ്വിം എന്ന് പറയുന്ന പെർഫ്യൂം. ഞാനൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്ത് 2-3 പേര് കമൻറ്റും എന്നെ വിളിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നു, ഈ ലേഡീസ് പെർഫ്യൂം, ജെൻസ് പെർഫ്യൂം എന്നൊക്കെ പറയണത് ആക്ച്വലി വെറുതെയാണ്. അത് പെർഫ്യൂം കമ്പനിക്കാർക്ക് വിൽക്കാനുള്ള ഒരു തന്ത്രമാണെന്നുള്ള രീതിയിലാണ് 2-3 പേര് എന്നോട് തമാശയായിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല കേട്ടോ. ആണുങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സ്മെല്ലും, അതായത് ആണുങ്ങളുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കും. ലേഡീസിൻ്റെ ഒരു വേർപ്പിൻ്റെ സ്മെല്ല് അത്രയും വരില്ല. ശരിക്കും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്ന മണവും വ്യത്യാസമാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല ആക്ച്വലി. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൂക്കളുടെ മണങ്ങളും ഫ്രൂട്ട്സിൻ്റെ മണങ്ങളും ഒക്കെയാണ് കൂടുതലും ഇഷ്ടം വരുന്നത്. പക്ഷേ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുറച്ച് ഡാർക്ക് സ്മെല്ലുകളാണ് കൂടുതൽ ഇഷ്ടം.
ലൈക്ക് വുഡി, മസ്കി, സ്പൈസി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആയിട്ടുള്ള സ്മെല്ലുകളാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ എന്താ പറയുക, വിയർപ്പിന്ന് വരുന്ന ഒരു ദുർഗന്ധം കുറച്ച് സ്ട്രോങ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അത് കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫ്യൂമാണ് ജെൻസിൻ്റെ പെർഫ്യൂം വരുന്നത്. അത്രയും തിക്ക് ലേഡീസിൻ്റെ പെർഫ്യൂമിന് ആവശ്യമില്ല. അവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കൂടുതലും വരുന്നത്. സോ ആണുങ്ങൾക്കുള്ള പെർഫ്യൂം വേറെയാണ്, പെണ്ണുങ്ങൾക്കുള്ള പെർഫ്യൂം ആക്ച്വലി എൻ്റയർലി ഡിഫറെൻറ്റ് തന്നെയാണ് കേട്ടോ. ഈ 5 പെർഫ്യൂംസ് നമ്മൾ ഇൻസ്പയർഡ് വേർഷൻ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻ്റെ പെർഫ്യൂമിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കയറി കഴിഞ്ഞാൽ കാറ്റലോഗായിട്ട് കിട്ടും കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതെല്ലാം കാറ്റലോഗിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഷോപ്പിലേക്ക് വരിക, പെർഫ്യൂംസ് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും മീൻസ് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു ചെയ്താൽ നമുക്ക് അയച്ചു തരുന്നതാണ്, കൊറിയറായിട്ട് അയച്ചു തരാവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.